ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ദിവസമാണ്. നമ്മൾ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കൊണ്ട് നിൽക്കുകയാണ്. അതായത് നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണാണ് ഇന്ന്. ഏപ്രിൽ 23 നമ്മുടെ വീടിനടുത്തുള്ള വെള്ളാനി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് മൈ ലിറ്റിൽ തക്കിടു. അപ്പം എൻ്റെയും എൻ്റെ ഡുംബ്രിയുടെയും അതുപോലെ തന്നെ ചിന്തു ചേട്ടൻ്റെയും ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മണി 10:15 ഇന്ന് കോവിൽ ഉച്ചയ്ക്കാണ് നട തുറക്കുന്നത്. നമ്മളിവിടുന്ന് ഒരു 12:30 ആകുമ്പോൾ ഇറങ്ങും. പൂജയൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ചോറൂണും തുലാഭാരമൊക്കെ നടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 12:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങാം. കാരണം ഇപ്പോഴത്തെ ചൂടിൽ നേരത്തെ പോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞാവ ചിലപ്പോൾ കരയാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പൂജയുടെ സമയം നോക്കി പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൂണിൻ്റെ വീഡിയോ ഇതിന് പിന്നാലെ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. അപ്പം ഫസ്റ്റ് ഞാനിതാ പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പം ഞാനിതാ കുളിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ മണി 10:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് കുഞ്ഞാവിനെ കുളിപ്പിച്ച് റെഡിയാക്കി കുട്ടപ്പനാക്കി കിടത്തി ഉറക്കിയ ശേഷം നമുക്ക് റെഡിയാവാം. കുഞ്ഞാവയ്ക്ക് നല്ല ഉറക്കം വന്നിരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ കുളിപ്പിച്ച് റെഡിയാക്കി കിടത്തി ഉറക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് റെഡിയാവാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനെ കുളിപ്പിച്ചു. പിന്നെ അവൻ്റെ സെബാമെഡിൻ്റെ ക്രീമെല്ലാം ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്തു. പിന്നെ അവനെ ഒരുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. നല്ല ഉറക്കം വന്ന് വാശി പിടിച്ചിരുന്നാൽ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സഹകരിക്കും കേട്ടോ. പിന്നെ ചേട്ടനും കൂടെ ഫുൾ ഹെൽപ്പ് ചെയ്തു. പാട്ടൊക്കെ വെച്ച് കൊടുത്ത് പാട്ടൊക്കെ പാടി കളിപ്പിച്ച് അവനിങ്ങനെ കളിപ്പാട്ടമൊക്കെ വെച്ച് കളിപ്പിച്ച് അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടാക്കി തന്നു. അതുകൊണ്ട് എനിക്ക് വലിയ തിരക്കേടില്ലാതെ നൈസായിട്ട് അവനെ ഒരുക്കി എടുക്കാൻ പറ്റി. പിന്നെ ഞാൻ കണ്ണിനകത്തൊന്നും അവന് കരി എഴുതി കൊടുക്കാറില്ല കേട്ടോ. എനിക്ക് പേടിയാണ്. പിന്നെ പിരിയും മാത്രം എഴുതി കൊടുത്തു. പിരിയും കണ്ണിൽ ചെറുതായിട്ടൊരു വാലും വരച്ചു കൊടുത്തു. നെറ്റിയിലൊരു പൊട്ടും കവിളൊരു കുത്തും മാത്രം ഇട്ട് കൊടുത്തു. അതിനുശേഷം അവനെ കിടത്തി ഉറക്കി ചെറുതായിട്ടൊന്ന് മുടിയും കൂടെ ചീവി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എൻ്റെ കാര്യപരിപാടിയിലേക്ക് കടന്നു. ആദ്യം ഞാൻ ഹെയർ നൈസായിട്ടൊന്ന് ഡ്രൈ ചെയ്തു. നല്ലതായിട്ടൊന്നും ഡ്രൈ ചെയ്തില്ല, നൈസായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലേക്ക് പോവാണ്. ഞാൻ തലേ ദിവസം തന്നെ സാരി പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് ഹാങ് ചെയ്തു. എനിക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ അറിയത്തില്ല കേട്ടോ തേച്ച ശേഷം. അപ്പോൾ ഞാനൊന്ന് ഹാങ് ചെയ്ത് വെച്ചു. പിന്നെ സാരിയെല്ലാം എളുപ്പം തന്നെ ഉടുക്കാൻ പറ്റി. സാരി ഉടുത്ത ശേഷം നന്നായിട്ട് ഞാൻ സാരി ഉടുക്കുന്ന സമയത്ത് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് സാരി ഉടുത്തത്. അപ്പോൾ നന്നായിട്ട് മുഖം നല്ലതായിട്ട് വേർത്ത് കേട്ടോ. പിന്നെ ഞാൻ വെറ്റ് ടിഷ്യൂ വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഉച്ചയ്ക്കാണല്ലോ കോവിലിൽ പോകുന്നത്. അപ്പോൾ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്തത്. സൺസ്ക്രീൻ ഇട്ട ശേഷം ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡയറക്റ്റായിട്ട് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്തത് ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ്. ഈ ബ്രൗൺ കളർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തിക്നെസ് കൂടിപ്പോയാലും വലിയ വൃത്തികേട് വരത്തില്ല. നമ്മുടെ നാച്ചുറൽ ഐബ്രോ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത ശേഷം ഐ ഷാഡോ അപ്ലൈ ചെയ്തു. ഐ ഷാഡോ ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ടൊരു റെഡ് കളറാണ് ഫില്ല് ചെയ്തത്. അപ്ലൈ ചെയ്ത് വന്ന ശേഷം എനിക്ക് കുറച്ചത് ഹെവി ആയിട്ട് തോന്നിയത് കാരണം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ആൻറ്റിക് ഒരു ഗ്ലിറ്ററി ഷെയ്ഡൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഐ ഷാഡോ കണ്ണിൻ്റെ മുകളിലും താഴെയെല്ലാം അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മെബ്ലൈൻ്റെ കരിയാണ് കണ്ണിൽ എഴുതി കൊടുത്തത്. ഞാൻ നല്ല തിക്കായിട്ട് തന്നെ കരി എഴുതാറുണ്ട് കേട്ടോ. കണ്ണിൽ അത്രയും തിക്കായിട്ട് കരി എഴുതുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നല്ല ഒരു ജീവൻ വെച്ചതുപോലെ തോന്നും കണ്ണ്. അതുപോലെ തന്നെ മുകളിലുള്ള വാട്ടർ ലൈനിലും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കരി എഴുതി കൊടുക്കാറുണ്ട്. അപ്പോൾ കരിയെല്ലാം എഴുതിയ ശേഷം പിന്നെ നമ്മൾ പോകുന്നതാണ് ഐലൈനറും മെബലൈൻ്റെ തന്നെയാണ് ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോൺ നോക്കി ഐലൈനർ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചിലവരൊക്കെ ഒരു കണ്ണ് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഐലൈനർ എഴുതുന്നത്. പക്ഷേ എനിക്ക് കണ്ണടച്ച് വെച്ചാണ് ഐലൈനർ എഴുതി ശീലം. അപ്പോൾ പിന്നെ ഫോൺ നോക്കി പറ്റാത്തത് കാരണം ഞാൻ പോയി കണ്ണാടി നോക്കി ഐലൈനറെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക. എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ കണ്ണിനാണ് കേട്ടോ. എനിക്ക് കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ചിലവർക്ക് ലിപ്സ്റ്റിക് ഇടാനൊക്കെ ആയിരിക്കും കൂടുതൽ താല്പര്യം. പക്ഷേ എനിക്ക് കണ്ണ് ഹൈലൈറ്റായിട്ട് നിൽക്കണം. എനിക്ക് ഐലാഷസ് ഒക്കെ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഐലാഷസ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ മസ്കാര യൂസ് ചെയ്ത് നന്നായിട്ട് ഐലാഷസ് ഉള്ളതുപോലെ തന്നെ നല്ല രീതിയിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു പൊട്ടും സിന്ദൂരമൊക്കെ ഇട്ട് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്കിലേക്ക് പോവുകയാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ട് റെഡ് തന്നെയാണ് ഇട്ടത്. ഇട്ടപ്പോഴത്തേക്കും കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചധികം ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് വൈപ്പ് ചെയ്ത് കുറച്ച് ലൈറ്റായിട്ടൊന്ന് വൈപ്പ് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ മാമ എർത്തിൻ്റെ ഒരു ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിന് മാച്ചായിട്ടൊരു നെക്ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടപ്പോൾ കുറച്ച് ലെങ്തായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൊടുത്ത് കുറച്ച് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കെട്ടി വെച്ചു. അത് കഴിഞ്ഞത് ആ കമ്മലിട്ടു. പിന്നെ ഈ നെക്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്കും അവിടുത്തെ കടയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത മാലയാണ്. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ആ ലോക്കറ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഹെയർ ചെയ്തു. ഹെയർ എൻ്റെ സ്ഥിരം തലക്കെട്ട് തന്നെയാണ്, എനിക്ക് പുതുതായിട്ട് വേറെ ഒന്നും കെട്ടാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് പൂ കൂടെ വെച്ചപ്പോഴത്തേക്കും ഞാൻ റെഡിയായി. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ റെഡിയാവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മുണ്ട് പിന്നെ ഒരു കുർത്ത. ഈ കുർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ സീമന്തം ഷൂട്ടിനെടുത്ത ഒരു കുർത്തയാണ് കേട്ടോ. പിന്നെ അത് അന്നത്തെ ഷൂട്ടിന് മാത്രം ഇട്ടിട്ട് മടക്കി വെറുതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ചോറൊന്നും അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുണ്ടുടുത്തു, കുർത്ത ഇട്ടു, പിന്നെ തലയൊക്കെ നന്നായിട്ടൊന്ന് ചീകി വെച്ചു. അത് കഴിഞ്ഞിട്ട് വാച്ച് ഇട്ടു. അപ്പോഴേക്കും ചേട്ടൻ റെഡിയായി. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവ ഉണർന്നു. പിന്നെ അവനും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. ഇതാണ് എൻ്റെയും കുഞ്ഞാവയുടെയും ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇതാണ് എൻ്റെയും ചിന്തിച്ചേൻ്റെയും ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.